ഹായ് ഫ്രണ്ട്സ്, ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒന്നോ രണ്ടോ ചപ്പാത്തി നമുക്ക് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ ടേസ്റ്റിയായ, വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സ്നാക്കായിട്ടും അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഏത് സമയത്തും കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റവുമായിട്ടാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ 4 കോഴിമുട്ട ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉണക്കമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാൻ ഒരു സ്പൂൺ ഉണക്കമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ചുകൂടെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 2 സ്പൂണ് പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തിളപ്പിച്ച പാലാണെങ്കിലും തിളപ്പിക്കാത്ത പാലാണെങ്കിലും കുഴപ്പമില്ല. 2 സ്പൂണ് ചേർത്ത് കൊടുക്കാം. ഇതൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നോക്കാം, നല്ലോണം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം. അപ്പം ഞാൻ ഇവിടെ 2 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ഇത് എണ്ണയൊന്നും ചൂടാതെ ചേർക്കാതെ ചുട്ടെടുത്ത ചപ്പാത്തി കേട്ടോ. എങ്ങനത്തെ ചപ്പാത്തി ആണെങ്കിലും കുഴപ്പമില്ല. ഞാൻ 2 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ഈ ചപ്പാത്തി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടോ, ഇതേപോലെ നമുക്ക് ആ ചപ്പാത്തി ബാക്കിയുള്ളത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നോക്കാം, ചപ്പാത്തി ഇതേപോലെ 2 എണ്ണവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ ഇതേപോലൊരു ബൗളെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 2 ചെറിയ പച്ചമുളകാണ്, ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റാണ്, ഒന്ന് നീളത്തിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റാണ് കേട്ടോ, വലുതല്ല, ഒരു മീഡിയം സൈസ് ചെറുത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ തക്കാളിയാണ്, അതും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെജിറ്റബിളിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചപ്പാത്തിയാണ്. ആ ചപ്പാത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ഞെരടി മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ തക്കാളിയുടെ അളവ് ലേശം ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. ഇതുകൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതൊരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതേപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതേപോലെ മിൽമയുടെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബട്ടർ വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഏത് നെയ്യാണോ നമ്മുടെ അടുത്തുള്ളത്, നമുക്ക് ഏത് നെയ്യാണോ ഇഷ്ടം ആ നെയ്യ് ഇത് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാൻ ഇത് ചേർക്കണമെന്നേ ഉള്ളൂ. ഇതെല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മളിവിടെ നേരത്തെ ഇവിടെ കലക്കി വെച്ചിട്ടുള്ള മുട്ടയില്ലേ, ഇത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം.
മുഴുവനായിട്ട് ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. ഒരു പകുതി ഭാഗം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കണ്ടോ, അത്ര ഒഴിച്ചാൽ മതി. ഇനി നമ്മൾ ഇത് വേകാനൊന്നും നിൽക്കണ്ട. അതിൻ്റെ മുകളിലേക്ക് നമ്മളിവിടെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചപ്പാത്തിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയൊക്കെ കഴിക്കാൻ നമ്മുടെ മക്കൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു വെറൈറ്റി ആവുകയും ചെയ്യും, നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും ആകും. ആ ടൊമാറ്റോ സോസിൻ്റെ പുളിപ്പും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ നമ്മൾ ഇതിൻ്റെ മുകളിലേക്കൊന്ന് നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ആ മുട്ടയുടെ മുകളിലേക്ക്. ഇനിയിപ്പോൾ ഇവിടെ നമ്മളിതാ ബാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടയുടെ മിക്സ് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മളൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 7 മിനിറ്റ്, ഗ്യാസിൻ്റെ ഫ്ലെയിം അനുസരിച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഇത് അടച്ചിട്ട് ഒരു 7 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഇത് റെഡിയാകും കേട്ടോ. ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അടിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതാ ഞാൻ ഇതേപോലെ ഒരു നെയ്യ് പുരട്ടിയ ഒരു പാനിലേക്ക് നമുക്കിതൊന്ന് ഇങ്ങനെയൊന്ന് കവുത്തി കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് അധിക സമയം എടുക്കണ്ട, ഒരു 2 മിനിറ്റ് കൊണ്ട് ഈ ഒരു ഭാഗവും കുക്കായി കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ മറിച്ചിട്ടതിന് ശേഷം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് എടുക്കാം. നോക്കാം. അപ്പോൾ നമ്മുടെ ബാക്കി വന്ന ചപ്പാത്തി ഉണ്ട്. നല്ല ടേസ്റ്റിയായ സ്നാക്കായിട്ടും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാവുന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടു ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ലഭിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.